ഇതിന് പകരം താങ്കൾക്ക് ചെലവായത് ഈ മൊബൈൽ ഫോണിന് ചെലവാക്കി 50,000 രൂപ മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട തന്തക്ക് അഭിനന്ദനങ്ങൾ. അപ്പോഴാ വാപ്പാക്ക് മനസ്സിലായത് നല്ല ലാഭ പൊന്നു മക്കളെ. ഇനി കൊരാത്ത് ഫാമിലിയിൽ എല്ലാവരും ഓരോ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. കല്യാണത്തിൻ്റെ ചെലവ് കുറഞ്ഞു പോകും. എന്തേ പറ്റൂലേ? നല്ലതഞ്ഞ് അങ്ങനെ ആക്കുക. ഒരുപാട് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടല്ലോ. +2 SSLC കാത്തിരിക്കേണ്ട, ഒരു 7ാം ക്ലാസ്സിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. എന്തിനാ +1 +2 10ാം ക്ലാസ്സും പഠിപ്പിച്ച് നിങ്ങൾ സാമ്പത്തികമായി ചെലവുണ്ടാക്കുന്നതിന്? മറ്റതെന്താ പറയുക? മറ്റെനിക്കൊന്നും പറയില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇന്നും രക്ഷിതാക്കൾ കുഞ്ഞു മക്കൾക്ക് സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ലഹരി അഡിക്ഷൻ എന്നത്, ചെറിയ മക്കൾക്ക് 1ാം ക്ലാസ്സൊന്നും 2ാം ക്ലാസ്സൊന്നും വാങ്ങിക്കൊടുക്കും. ഇല്ലെങ്കിൽ ഉമ്മയുടെ വായ്പെടുത്ത് കളിക്കും. 3ലും 4ലും 5ലും എത്തും അവർ തോണ്ടിക്കളിക്കുന്ന നിറങ്ങൾ മാറും. 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും എത്തുമ്പോഴും സ്വകാര്യമായും കോണിക്കൂട്ടിനിടന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ടും അവർ പല നീല ചിത്രങ്ങളും കളർ ചിത്രങ്ങളും കണ്ട് അതിൽ മതിമറന്ന് വീണ്ടും അവർ കാമുകൻ്റെ അന്വേഷിച്ച് അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് ആദ്യമായി ലഹരി എന്ന ഈ വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കളാ, ഇല്ലെങ്കിൽ കളിക്കാൻ അവസരം കൊടുക്കുന്നത് മാതാവും പിതാവുമാ. അവിടെ നിന്ന് നിർത്തണം ഉപ്പമാരെ. കുട്ടിക്ക് കളിക്കോപ്പ് പോലെ വാങ്ങിച്ചു കൊടുക്കരുത്. ഇനി ലഹരിയെക്കുറിച്ച് തന്നെ കുറച്ചുകൂടി പറഞ്ഞു തരാം. എന്താ ലഹരി എന്നുള്ളത്? ഇങ്ങനെ തോണ്ടിയാൽ ലഹരിയാവുമെന്ന് മനസ്സിലായി. 1 വയസ്സായ അല്ലെങ്കിൽ 2 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ തോണ്ടിക്കളിക്കുക, നന്നായി ലഹരിക്ക് അടിമപ്പെട്ടു. അതില്ലാതെ കുട്ടി ഉറങ്ങില്ല, അതില്ലാതെ ഭക്ഷണം കഴിക്കില്ല, അതില്ലാതെ വാശി പോലും മാറാത്ത ഒരവസ്ഥ കുട്ടിക്കുണ്ടായി. ഇങ്ങനെ തോണ്ടി കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ പേരക്കുട്ടി അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ കണ്ടു മൊബൈൽ. ഓടിച്ചെന്ന് കൊണ്ട് പറഞ്ഞു, അവിടെ നിന്ന് ഏതോ ഒരു മാഷ് വന്നിട്ട് ക്ലാസ് എടുത്തു, ഇങ്ങനെ തോണ്ടി ആ കുട്ടിക്ക് ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ട് വേണ്ട മോനെ മേളെ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കൊണ്ട് തൻ്റെ ഉമ്മ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ചു വാങ്ങിയാൽ ആ 2 വയസ്സുകാരി ഇപ്പം എന്ത് ചെയ്യും? സൂക്ഷിച്ചോ, അടുത്തൊരു പിച്ചാങ്കത്തി ഉണ്ടെങ്കിൽ വയറ്റത്ത് അമ്മയുടെ നെഞ്ചത്തേക്ക് കുത്തും, ഓടി രക്ഷപ്പെട്ടോളൂ. തൊട്ടടുത്തൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ എറിഞ്ഞുടയ്ക്കും, വേഗം കയ്യിൽ നിന്ന് ആ പ്ലേറ്റുകൾ മാറ്റിവെക്ക്. കയ്യിലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ TV ചാനൽ ടിവിയുടെ ട്യൂബിലേക്ക് എറിഞ്ഞുടയ്ക്കും, മറ്റു അലമാരകൾ എറിഞ്ഞുടയ്ക്കും. ഭ്രാന്തനാ, ഇപ്പൊ ഭ്രാന്തിയ, അതിൻ്റെ പേരാ ലഹരി. ഞാൻ അവിടെ നിർത്തട്ടെ, ഞാൻ പറയുന്നില്ല ആ കുട്ടി എന്തൊക്കെ ചെയ്യും, കോമട്ട് നിർത്തുക. അവസ്ഥ 2. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കരുത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അത് പോലീസ് പിടിക്കും, ലൈസൻസ് ഇല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. എന്നിട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ മാതാപിതാക്കളെ കയ്യും കാലും പിടിക്കുമ്പോൾ പൊന്നുമോൻ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ എന്താണ് ഇത്ര തെറ്റെന്ന് മനസ്സിലാക്കിയ ഉമ്മ അവന് കൊടുത്തു. അങ്ങനെ കറങ്ങാൻ തുടങ്ങിയവൻ അങ്ങാടിയിലേക്ക് പോകാൻ വളരെ എളുപ്പം. സുഹൃത്തുക്കളെ എടുത്ത് എന്ത് പറഞ്ഞാലും കുട്ടി അനുസരിക്കും. കാരണം അവൻ മോട്ടോർ സൈക്കിളിൽ ലഹരിയ അള്ളിപ്പിടിച്ചിരിക്കും. അവൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ കയറ്റിയവൻ ഇങ്ങനെ ചെത്തി കളിച്ചു കൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഏതോ ഒരു ക്ലാസ് കേട്ട് അത് ലഹരിയ, പാടില്ല എന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് ചെന്നപ്പോ 10ാം ക്ലാസ്സുകാരൻ അതാ മോട്ടോർ സൈക്കിൾ ചെത്തിപ്പൊളിക്കുന്നത് കണ്ടപ്പോ, വാ മോനെ പാടില്ലടാ, അത് ലഹരിയാണെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് മോട്ടോർ സൈക്കിളും ആ താക്കോലും പിടിച്ചു വാങ്ങിയാൽ ആ 10-15 വയസ്സുകാരൻ ഇപ്പോൾ എന്തു ചെയ്യും? എന്തും ചെയ്യും. അടുത്ത് നിൽക്കരുത്, ഓടി രക്ഷപ്പെട്ടോ. അവൻ കൊലയാളിയാവാനും മടിക്കൂല. അതുകൊണ്ട് അവന് ലഹരിയ. സന്ദർഭം 2, 3. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പ്രിയപ്പെട്ട പിതാവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഏട്ടൻ അല്ലെങ്കിൽ അനിയൻ അതാ ഒരു കുപ്പി മദ്യവുമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു, ഒരു ഗ്ലാസ് കടിച്ചു, 2ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അവൻ്റെ കണ്ണൊക്കെ തുടിച്ചിരിക്കുന്നു, അവൻ്റെ നിയന്ത്രണം തെറ്റിയിരിക്കുന്നു. 3ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചുണ്ടിലേക്ക് വെക്കുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് പറഞ്ഞു, മോനെ അച്ഛാ ഏട്ടാ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസും കുപ്പിയും ബലമായി പിടിച്ചു വാങ്ങിയാൽ ആ മദ്യപാൻ ഇപ്പം എന്ത് ചെയ്യും? ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഞാൻ 3നെയും ഒരുമിച്ച് ചൂണ്ടിക്കാണിച്ചത് എന്തിനാ? ഒരേ വരിയിൽ കെട്ടിയിട്ടത് എന്തിനാ? 2 വയസ്സുകാരനായ ഒരു കുഞ്ഞു മോനെ ഞാൻ ആ ലഹരിയിൽ കെട്ടിയിട്ടു. തൊട്ടപ്പുറത്ത് 15 വയസ്സുകാരനായ പൊന്നുമോനെ ആ ലഹരിയിൽ കെട്ടിയിട്ടു. 3ാമതും ഇതാ ഒരു കുടിയനായ ഒരു തെമ്മാടിയായ ഒരു മദ്യപാനെ ഞാൻ ആ 3 ആളുടെ ആ ചൈനിൽ കെട്ടിയിട്ടു. എന്തിനു വേണ്ടി? ലഹരി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇതിൻ്റെ പേരാ ലഹരി. ഇത് ആൽക്കഹോളിസം എന്നോ അല്ലെങ്കിൽ ഹറാമെന്നോ ഹലാലെന്നോ കറാഹത്തെന്നോ വാക്കുകളല്ല ഞാൻ ഉപയോഗിച്ചത്. ലഹരി, അഡിക്ഷൻ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്രായത്തിൽ കുഞ്ഞു മക്കൾക്ക് കളിപ്പാട്ടം പോലെ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഫോണുണ്ടല്ലോ, നാളെ ഭാവിയിൽ അവർ വലിയ തെമ്മാടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച പൊന്നുമക്കളെ തട്ടിക്കൊണ്ടു പോകാൻ ഇത്തരം തെമ്മാടികൾക്കേ കഴിയോ. അതിന് ഏറ്റവും നല്ല സൗകര്യം ഇന്ന് മൊബൈൽ ഫോണിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. മൊബൈൽ ഫോണിൽ നന്മകൾ ഒരുപാടുണ്ട് കേട്ടോ. മൊബൈൽ ഫോണിൽ ഒരുപാട് നന്മകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് മൊബൈൽ ഫോൺ എന്ന് ഇന്നത്തെ ഈ പ്രായം ചെന്ന അല്ലെങ്കിൽ എൻ്റെ കാരണവർമാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയാൻ വേണ്ടി പറയാം. ഒരു മൊബൈൽ ഫോൺ എടുക്കുക,
പാതിര നേരമാ, ആരും കാണാത്ത സമയം, വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ്. ആരുമില്ല. 15, 16, 17, 18 വയസ്സ് പ്രായപൂർത്തിയായ പൊട്ടിത്തെറിക്കുന്ന ആണോ പെണ്ണോ, അല്ലെങ്കിൽ പ്രായപൂർത്തി ആയവളോ ആയവനോ ആവട്ടെ, തൻ്റെ റൂമിൽ ഒറ്റയ്ക്കാ. ഫാനിട്ടു, ലൈറ്റൊക്കെ അണച്ചു, ബെഡിൽ മലർന്നു കിടന്നു, വാതിൽ കുറ്റിയിട്ടു. പാതിര നേരമാ, ആരും കാണുന്നില്ല. തൻ്റെ മൾട്ടിമീഡിയ ഫോണെടുത്ത് അതിൽ ഇൻ്റർനെറ്റ് സൗകര്യവുമുണ്ട്. അവൻ ആഗ്രഹിക്കുകയാണ്. എന്താഗ്രഹിക്കുന്നുവോ അത് കാണാനുള്ള സംവിധാനം ഇന്ന് മൊബൈൽ ഫോണിലുണ്ട്. എന്താഗ്രഹിച്ചാണോ നിങ്ങൾ തോണ്ടിക്കളിക്കുന്നത് അത് നിങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാ. ഒരു വല്ലാത്ത മാന്ത്രിക പ്രോഡക്റ്റാണ്, ഉപകരണമാണ് ഈ മൊബൈൽ ഫോൺ. അവൻ്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെ ഒബാമയുടെ വൈറ്റ് ഹൗസിനകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഗേറ്റിലൂടെ പാസ് ചെയ്തത് ഇപ്പൊ ആരാ? ആ വൈറ്റ് ഹൗസിന്റെ ടേബിൾ മുന്നിൽ ഒബാമ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ലൈവായി കാണണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മനസ്സറിഞ്ഞെന്ന് തോണ്ടിയാൽ മതി. തീർന്നില്ല. ഇന്നതാ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹാജിമാരൊക്കെ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന നേരത്ത്, ഹജ്ജ് അവസാനത്തെ സുന്നത്തായ തവാഫിന്റെ സമയം തിക്കും തിരക്കും കൂട്ടുന്ന നേരത്ത്, ഹജറുൽ അസ്വദിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ കണ്ണ് നിറച്ചുകൊണ്ട് ഓടിച്ചെന്നുകൊണ്ട് ഹജറുൽ അസ്വദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം വെക്കുമ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും ആ കറുത്ത കല്ലിലേക്ക് ഉറ്റി വീഴുന്ന മഴത്തുള്ളികളല്ല, കൺതുള്ളികൾ, കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ ആ കല്ലിൽ തട്ടത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വല്ലാത്ത വർണ്ണ പകിട്ടാർന്ന കാഴ്ചകളുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് നോക്കണോ, നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് കാണാനുള്ള സംവിധാനം മസ്ജിദുൽ ഹറമയിൽ 1000-ഓളം ക്യാമറകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഈ രംഗം പകർത്തിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാനുള്ള സംവിധാനം ഇന്ന് മൊബൈലിലുണ്ട്. ലോകത്തിൻ്റെ ഏത് കാര്യവും കാണാൻ, ലോകത്തിൻ്റെ ഏത് കോണിലെ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ, ഒരു വേശ്യാലയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ, ഒരാണും പെണ്ണും തമ്മാടിത്തം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണോ? കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എവിടുന്ന് കിട്ടും എനിക്കൊന്ന് തിന്നാൻ, ഒരു കുടിക്കാൻ എന്ന് തോണ്ടാൻ, അവനൊന്ന് തോണ്ടിയാൽ അവളൊന്ന് തോണ്ടിയാൽ പിറ്റേ ദിവസം പോസ്റ്റ്മാൻ ഒരു പാർസലുമായി നിങ്ങളുടെ കൺമുന്നിൽ ഡോറിൽ കൊണ്ട് നിടുന്ന സൗകര്യങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ മറക്കരുത്. ഇതാണ് മൊബൈൽ ഫോൺ. എൻ്റെ കയ്യിലാണ് മൊബൈൽ കിട്ടുന്നെങ്കിൽ ഞാൻ ഹറാമ് ചെയ്യും. എനിക്ക് അത്ര ഈമാനില്ല, എനിക്ക് വിവരമില്ല, എനിക്ക് തഖ്വ കുറവാണ്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, എൻ്റെ കൊരോത്ത് ഫാമിലിയെ പറ്റിയല്ല പറഞ്ഞത്, എൻ്റെയും എൻ്റെ കുടുംബത്തെ പറ്റിയാണ് ഈ സംസാരിച്ചത്. എൻ്റെ പെങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടെ പറഞ്ഞതാ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ പെങ്ങളുടെ മക്കൾക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ തെറ്റ് പറ്റാതിരിക്കാനാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളാരും തെറ്റ് ചെയ്തവരല്ല. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ കിട്ടിയാൽ നിങ്ങൾ ഹറാമ് കാണുന്നവരല്ല. നിങ്ങൾക്ക് നീല എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ. കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞത് എന്നോട് ക്ഷമിക്കുക, ഞാൻ ആദ്യമേ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇതാ നോക്ക്, നിങ്ങൾ മറ്റു ലഹരിയെ പറ്റി കാണും. നിങ്ങൾ നമ്മുടെ യുവാക്കളാണത്, നമ്മുടെ കുഞ്ഞു മക്കളാണതൊക്കെ. 18, 16, 17 വയസ്സാകുമ്പോഴേക്കിന് വേണ്ട 10 വയസ്സ് പൂർത്തിയായാൽ കഞ്ചാവും മയക്കുമരുന്നും ഇഞ്ചക്ഷനും വെത്തിലയും അടക്കയും പാൻപരാഗും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഫുട്പാത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന സൂചിയിലൂടെ സിറിഞ്ചിലൂടെ വിഷം കയറ്റിക്കൊണ്ടിരിക്കുന്ന മക്കളെ കാണുന്നില്ലേ നിങ്ങൾ? അവരുടെ കൂടത്തേക്കല്ലേ നമ്മുടെ കുഞ്ഞുമക്കളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാണ് അവിടെ ചങ്ങായിമാർ, അവരുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ആരാണെന്ന് രക്ഷിതാക്കൾക്ക് വല്ലതും അറിയോ? കാരണം അറിയില്ല. കുഞ്ഞു കാലത്ത് തന്നെ ചെയ്തു കൊടുക്കേണ്ടത്, പാലിക്കേണ്ട മര്യാദകൾ രക്ഷിതാക്കൾ പാലിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുമക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പോകും. നോക്ക് നിങ്ങൾ, കുഞ്ഞുകുട്ടികൾ മറ്റൊരു ലഹരിയാണിത്. നിങ്ങളും ഞാനും സാധാരണ വാങ്ങിച്ചു കൊടുക്കുന്ന ലോക്കൽ പീടികയിൽ നിന്ന് കിട്ടുന്ന 2 രൂപക്കും 5 രൂപക്കും കിട്ടുന്ന മിഠായി ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ പഞ്ചസാരയാണെന്ന്. അതിൽ ഓറഞ്ച് ഇല്ല, അതിൽ ചോക്ലേറ്റ് ഇല്ല, അതിൽ പാലില്ല, അതിൽ മറ്റ് ഭക്ഷണത്തിൽ ചേർക്കുന്ന ഒരു വസ്തുവും അതിനകത്തില്ല. അതൊക്കെ കെമിക്കലാണ്. ആ മിഠായിക്ക് പുറകിൽ തന്നെ അത് എഴുതി വച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലേവറാ. ഇത് കഴിച്ചാൽ നാവിൻ്റെ തൊലി പോകും, കിഡ്നിക്ക് തകരാറ് വരും, ക്യാൻസർ വരെ സംഭവിച്ചേക്കാമെന്ന് ആ മിഠായി പേപ്പറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളും ഞാനും അത് ഇതുവരെ വായിച്ചിട്ടില്ല. 2, 5 രൂപയ്ക്ക് ഇന്ന് പെട്ടിക്കടയിൽ കിട്ടുന്ന മാലിന്യം നിറഞ്ഞ കച്ചറയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ അപ്പിട്ടാ പോലും കഴുകാത്ത കൈ കൊണ്ട് ഉരുട്ടി ഉണ്ടാക്കുന്ന മിഠായിയല്ലേ ഇന്ന് ഞാനും നിങ്ങളും വാരി വലിച്ച് തിന്നുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കുഞ്ഞുമക്കൾക്ക് 2 രൂപ 5 രൂപ എന്ന പേരിൽ, ടിപ്സ് എന്ന പേരിൽ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മുടെ മക്കൾ കടകളിൽ പോയി ഇത്തരം മിഠായികൾ തിന്നുകൊണ്ടിരിക്കുക. അവരുടെ നാവൊക്കെ മരവിച്ച് പോയി, നാവിൻ്റെ ടേസ്റ്റ് സെൻസർ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് ബബിൾ ഉണ്ടാവും നാവിൻ്റെ ചുറ്റും. ആ കുഞ്ഞു മക്കളെ നാവൊന്ന് പിടിച്ചു നോക്കും നിങ്ങൾ. അവർക്ക് ആ നാവൊക്കെ മരവിച്ച് പോയി. അവർക്ക് ചോറ് വേണ്ട, ചപ്പാത്തി വേണ്ട, അവർക്ക് പച്ചക്കറി വേണ്ട, മനുഷ്യർ തിന്നുന്ന ഒന്നും വേണ്ട. പകരം ബിസ്ക്കറ്റ് മതി, കുറുക്കുറു മതി, ലേസ് മതി, നൂഡിൽസ് മതി, ചോക്ലേറ്റ് മതി. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഏതെങ്കിലും മാതാവോ പിതാവോ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എന്താ കഴിക്കാത്തത്? അവർക്ക് ലഹരി മതി.
അവർക്ക് അഡിക്ഷൻ മതി, അവർക്ക് ആസിഡ് മതി, അവർക്ക് കെമിക്കൽ മതി. കാരണം നാവിന് അഡിക്റ്റഡായി, നാവ് ലഹരിക്കടിമപ്പെട്ടു പോയി. അതാ അവർക്ക് സംഭവിച്ചത്. എന്നിട്ട് എൻ്റെ കുട്ടി ചോറുന്നില്ല, അവൻ്റെ തടി എന്താണ് ഇങ്ങനെ, അവൻ്റെ കണ്ണെന്ത് കൊണ്ടിപ്പോണ്, അവൻ ചോറ് കഴിക്കുന്നില്ല, അവൻ ഇറച്ചി വേണ്ട, മീൻ വേണ്ട. എന്താ കാരണം? ആദ്യം നിങ്ങളുടെ ടിപ്സ് എന്ന പേരിൽ കൊടുക്കുന്നത് നിർത്തണം. അറിയോ, കഴിഞ്ഞ മാസം ഒരു സ്കൂളിൽ സംഭവിച്ചതാ. പെട്ടെന്നൊരു ഫോൺ കോള്. 3 ക്ലാസ്സിലെ 4 കുട്ടികളെ കാണുന്നില്ല. 3 ക്ലാസ്സിലെ 4 മക്കളെ, ആൺകുട്ടികളെ കാണുന്നില്ല. എല്ലാവരും ഓടിക്കൂടി, രക്ഷിതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ വന്ന് എന്താ സംഭവിച്ച, ഇന്റർവെല്ലിന് വിട്ടതാ, മൂത്രയിക്കാൻ വിട്ടതാ, തിരിച്ചു വിളിക്കുന്നവ കാണുന്നില്ല, വില്ലടിച്ചപ്പോൾ എവിടേക്ക് പോയി, എല്ലാവരും കൂടി പൊട്ടിക്കരച്ചില്ല. അവസാനം അതാ ഒരു മാവിൻ്റെ ചോട്ടിൽ 4 കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങണു. 8 വയസ്സായ 3 ക്ലാസ് പഠിക്കുന്ന 4 ആൺകുട്ടികൾ കിടന്നുറങ്ങണത്രേ. തട്ടി വിളിച്ചു മാഷന്മാർ പോയിട്ട്, എന്താ മക്കളെ, ഒന്നുമില്ല, ഹൂ ഹാ എന്തൊക്കെ വിച്ചിമ്പായും പറയണു, മദ്യപിച്ച പോലെ. വീണ്ടും അവരെ വാമണത്ത് നോക്കി, കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. കയ്യിലെന്തെങ്കിലും അവിടെ എവിടെയെങ്കിലും കുപ്പി കിടക്കുന്നുണ്ടോ? ഒന്നും കിടക്കുന്നില്ല. എന്താ എൻ്റെ കുഞ്ഞു മക്കളെ, എന്താ, ആരാ നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നത്? ആരും വന്നതല്ല, ഞങ്ങൾ വന്നതാ. എന്ത് ചെയ്യാനാ, ഏതായാലും മക്കളെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചവർ നേരെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാ ഒരു കുട്ടിയുടെ കയ്യിൽ എന്തോ മുറുകെ എങ്ങനെ പിടിച്ചേക്കണം. ഒരു ചെറിയ അത്രയും വയസ്സ് 3 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, പിന്നെ പിടിച്ചേക്കണു. ഒരു മാഷ് അത് ഇങ്ങനെ അടർത്തി മാറ്റി നോക്കുമ്പോൾ അല്പം മിഠായി. ആ മിഠായിയുടെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല ഇവിടെ, കാരണം അത് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ അത് പോയി തിന്നും. അങ്ങനത്തെ ലോകം നമ്മുടെ ലോകം. പ്രത്യേകം പോലീസ് പറഞ്ഞതാണ്, സൈബർ എക്സൈസ് വകുപ്പ് പറഞ്ഞ പേര് പോലും ഉച്ചരിക്കരുത്. സാധാരണ പെട്ടിക്കടയിൽ കിട്ടുന്ന, ലോക്കലായി കിട്ടുന്ന മിഠായിൽ നിന്നും 2-3 രൂപക്ക് കിട്ടുന്ന മിഠായി കുഞ്ഞിൻ്റെ കയ്യിൽ ആ മാഷെടുത്ത് അല്പം ഒന്ന് വായിലിട്ട് നോക്കി. സുബ്ഹാനല്ലാഹ്, മാഷ് പറയാ, ഒരു 5 മിനിറ്റ് പോലും നടന്നെത്തേണ്ട സ്കൂളിലേക്ക് അവിടെ എത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പാറപ്പുറത്ത് ഞാൻ വീണു, തലകറങ്ങി വീണു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, മദ്യത്തിൻ്റെ രുചി പോലും എനിക്കറിയില്ല, ഇങ്ങനെയാണോ മദ്യപിച്ചാൽ എന്ന് പറഞ്ഞ് ആ അധ്യാപകൻ തലകറങ്ങി വീണു. ഉടനെ എക്സൈസ് വകുപ്പിൽ വിവരമറിയിച്ച പോലീസുകാർ ഓടി വന്നു. ആ മിഠായി പരിശോധിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, കഞ്ചാവിൻ്റെ ആസിഡ്, കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവിൻ്റെ എസൻസ് സാധാരണ മിഠായി ഭരണിയിൽ അങ്ങ് ഒഴിച്ചുകൊണ്ട് കുഞ്ഞു മക്കൾക്ക്, പിഞ്ചു മക്കൾക്ക് മദ്യവും മയക്കുമരുന്നും നാളെ ശീലമാക്കാൻ വേണ്ടി, അവരെ അടിമകളാക്കാൻ വേണ്ടി വിറ്റുകൊണ്ടിരിക്കുക. ഇത് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണത്രേ ഈ പെട്ടിക്കടയിൽ ഇത് വിതരണം ചെയ്യുന്നത്. കള്ളെന്ന് സുലഭമായി വിൽക്കാൻ പാടില്ല, കഞ്ചാവ് നിരോധിച്ചു, ഒക്കെ നമുക്കറിയാം. പക്ഷെ അത് വിൽക്കാൻ അവരുടെ ഭാണ്ഡത്തിൽ ചാക്കിൽ പേറി കൊണ്ടുവരിക. ഒരു പാത്രം സിമന്റ് തലയിൽ വെക്കണമെങ്കിൽ അവരുടെ വായ്ക്കകത്ത് ഈ സാധനം വെക്കണം. എല്ലാവരെ പറ്റിയല്ലോ, നല്ല മനുഷ്യന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ലഹരി ചേർത്ത മിഠായി ഉൽപ്പന്നങ്ങൾ ഈ പെട്ടിക്കടയിൽ കൊണ്ട് വിൽക്കുന്നത് ഇവരാ. ലൈസൻസ് ഇല്ല, പേരില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, മാനുഫാക്ചർ ഡേറ്റ് ഇല്ല, അതിലെന്ത് കെമിക്കലാണെന്ന് പോലും എഴുതി ചേർക്കാത്ത, പേര് പോലും ഇല്ലാത്ത ഇത്തരം മിഠായികൾ ഈ കുഞ്ഞു മക്കൾ, നിരപരാധികളായ നമ്മുടെ പൊന്നോമന മക്കൾ വാങ്ങി തിന്നുന്നുണ്ട്. അവരെന്നേക്കും ലഹരിക്കടിമപ്പെട്ടു പോകും. അവരാണ് നാളെ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും അടിമയായി മാറുന്നത്. അവരാണ് മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും പുറകെ ഓടുന്നത്. അവരാണ് ഇന്ന് മോട്ടോർ സൈക്കിളിൻ്റെയും കാമുകൻ്റെ കൂടെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? രക്ഷിതാക്കളായ നമുക്ക് തന്നെയാണ്. അതിൽ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായ പങ്കൊന്നും ഇന്ന് ആ കുഞ്ഞു മക്കൾക്കില്ല. അതിനുള്ള പക്വത ഇന്ന് ആ കുട്ടികൾക്കില്ല. അവർക്ക് കൊടുക്കുന്ന 2-5 ടിപ്സ് എന്ന പേരിൽ കൊടുക്കുന്ന രക്ഷിതാക്കളോട് ഒരു വാക്ക്, ഇനി മുതൽ അങ്ങനെ കൊടുക്കാതെ, എന്നും അവർക്ക് പണക്കാതിരിക്കാൻ വേണ്ടി പറയാം. എന്നും പറ്റുമെങ്കിൽ നിങ്ങൾ 100 രൂപ കൊടുക്കുക. വലിയ സ്റ്റാർ മിഠായികൾ വാങ്ങട്ടെ, കെമിക്കൽ ഇല്ലാത്ത, ചോക്കോ പൗഡർ ആഡഡ്, മിൽക്ക് ഉള്ളത്, പാല് ചാർത്തിയത്, പഞ്ചസാരയുള്ളത്, നാരങ്ങാ സത്ത് ചേർത്തിയതെന്ന് വ്യക്തമായി എഴുതി പിടിപ്പിച്ച ഇന്റർനാഷണൽ ഗ്യാരണ്ടിയുള്ള, ഹെൽത്തിന് കുഴപ്പമില്ലാത്ത, ഹാംഫുൾ അല്ലാത്ത ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. അതിന് 100 രൂപയും 50 രൂപയ്ക്ക് കുറഞ്ഞ് കിട്ടൂല. 1 രൂപക്കും 2 രൂപക്കും 5 രൂപക്കും അണ്ണാച്ചകൾക്ക് പോലും ഇന്ന് കൊടുത്താൽ സ്വീകരിക്കാത്തത് കുഞ്ഞുമക്കൾക്ക് ടിപ്സ് എന്ന പേരിൽ നിങ്ങൾ കൊടുത്തു വിടുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല, എൻ്റെ കുട്ടികളും നാളെ ലഹരിക്കടിമപ്പെടുമെന്ന്. അതേ അതിന് മാർഗമുള്ളൂ, പരിഹാരമുള്ളൂ. ഇതേ ഇനിയിപ്പോൾ പത്രത്തിൽ വന്നതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇനി ഇത് വേറൊരു ലഹരി. അപ്പോൾ മിഠായി ലഹരി പറഞ്ഞു, മൊബൈൽ ലഹരി അല്ലേ? വലിയവരും ചെറിയവരും കുട്ടികളും മക്കളും കംപ്ലീറ്റ് ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് വാട്സപ്പിൽ 4 തോണ്ടൽ തോണ്ടാതെ ഉമ്മാക്ക്, ഇന്ന് എല്ലാ ഉമ്മയല്ല കേട്ടോ, ഞാൻ ആരാണോ ഇതിന് അടിമപ്പെട്ടവരോടാ പറയുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ഒന്ന് തോണ്ടിക്കളിക്കാത്ത ഏതെങ്കിലും ഒരു ഉമ്മക്ക് ഉറക്കു വരുമോ? സീരിയൽ കണ്ടുകൊണ്ട് ആ സീരിയൽ പൂർത്തിയാക്കാതെ ഭർത്താവിന് പോലും ചോറ് കിട്ടാത്ത സമയമാ. കുഞ്ഞുമക്കൾ പഠനം പൂർത്തിയാക്കിയാൽ പോലും അവർ ചോദിച്ചാൽ ഉമ്മക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ സമയമില്ല. ഈ സീരിയൽ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാ. എന്താ കാരണം? സീരിയലിൽ അഡിക്റ്റഡാ. ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ ഒരു കുടുംബത്തിലും സീരിയൽ കണ്ടാൽ അപ്പം ഇറങ്ങി പോകും. ഞാൻ
എനിക്ക് വലിയ ഈമാനും വിവരമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം. ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം. കുടുംബ തകർച്ച എനിക്കറിയാം. ഒരു സീരിയലിലും നന്മകളില്ല കേട്ടോ. 99% സീരിയലുകളിലും ഇന്ന് ബലാത്സംഗവും കൊള്ളിവെപ്പും കത്തിക്കുത്തും അടിയും പിടിയുമല്ലാതെ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾ ഇതുവരെ സീരിയൽ എന്ന് കണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതെൻ്റെ പെങ്ങന്മാരെ കുടുംബത്തിൽ അഞ്ചുമുക്കിൽ കുടുംബ സംഗമത്തിൽ ഞാൻ എൻ്റെ സമൂഹത്തോട് ചോദിച്ച ചോദ്യമാണ്. ആർക്കെങ്കിലും തരാൻ പറ്റുമോ? 10-20 കൊല്ലമായി സീരിയൽ കണ്ട് 15 കൊല്ലമായി പ്രസവിക്കാത്ത വയറും താങ്ങി നടക്കുന്ന ഒരു പെണ്ണ് ഒരിക്കൽ പ്രസവിക്കുമെന്ന് ഓർത്തുകൊണ്ട് പ്രസവിക്കാതെ കാത്തിരിക്കുന്ന എത്ര പെണ്ണുങ്ങളെന്ന് അവിടെ വീട്ടിലുണ്ടെന്നറിയോ? അവർ പ്രസവിക്കൂല. കാരണം ആ ഡയറക്ടർ അങ്ങനെ പറഞ്ഞതാ, പെറ്റാ കഴിഞ്ഞു ചിത്രം, അല്ലെങ്കിൽ ആ ഡയറക്ടർ മരിച്ചുപോയി, ഇനി പ്രസവിക്കൂല അവൾ. ഇങ്ങനെ ആന പോലും 10 കൊല്ലം കഴിഞ്ഞാൽ പ്രസവിക്കും. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വളമ്പണ സീരിയലിൻ്റെ കണ്ടുകൊണ്ട് വേണ്ട അടുക്കളയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? കൺമഷിയും പുകണ്ണയൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അങ്ങോട്ട് അടിച്ച് ഒരു വല്ലാത്ത പപ്പടം അങ്ങനെ പൊരിക്കണത് കാണാം. അങ്ങനെ ഞങ്ങളൊക്കെ പപ്പടം പൊരിക്കൽ അടുക്കളയിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാ ചുമ്മാ നമ്മളെ പറ്റിക്കുക. അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുറേ പെണ്ണുങ്ങളും ഒരു എൻ്റെ പെങ്ങളെ വീട്ടിൽ ചെന്നപ്പോഴാ പെങ്ങന്മാരെ കുട്ടികളൊക്കെ കൂടിയുണ്ട് ഇങ്ങനെ തേങ്ങി കരയണു. ചിലവർ തോർത്തുമുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്, കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ ചീന്തുണു. എന്തെവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചു. എൻ്റെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ പറ്റിയൊന്നും ഇത്ര കരച്ചിലില്ല. സീരിയലായിരിക്കോ പറ്റിയപ്പോഴാണ് പൊട്ടിക്കരയണത്. ഞാൻ ചോദിച്ചു, അപ്പോൾ പെങ്ങളെ കുട്ടി പറയണോ, ഇന്നലെ കണ്ടിരുന്നു, അതിൻ്റെ ബാക്കി ഇന്ന് വരും എന്ന് വിചാരിച്ചു, കേബിള് കട്ടാണ്, പൈസ അടച്ചിട്ടില്ല, ആകെ ടെൻഷനാണ് ഇവിടെ ഉള്ളവരിക്കും. ഇന്നലെ എന്തേ കണ്ടെന്ന് വെച്ചു. ആ പെണ്ണ് അവൻ്റെ നേരൊക്കെ കടാരയുമായി ബാക്കി നാളെ കുത്തിയോ കുത്തിയില്ലേ, മരിച്ചോ മരിച്ചില്ലേ, ആകെ ടെൻഷനാണ്. നേരം പുലരുന്നത് വരെ ഭർത്താവിനെ പോലും കാണാതെ കിടന്നുറങ്ങുന്ന പെണ്ണുങ്ങളുണ്ട്. കരയണവൾ പൊട്ടിക്കരയാ ഇന്നലത്തെ കുത്ത് കണ്ടിട്ട്. ഭർത്താവിനൊന്ന് പനിച്ചാൽ ഇത്ര കരയില്ല. ഞാൻ ആ പെണ്ണിനെ കുറ്റം പറയല്ല, ലഹരിക്കടിമപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ഉമ്മമാര് പെങ്ങന്മാരോട് പറയണ, നിങ്ങൾക്കെങ്കിലും ഇതൊന്ന് വീട്ടിൽ ബഹിഷ്കരിച്ചുകൂടെ? ഈ ഒരു മെസ്സേജ് അതിനാവട്ടെ. സീരിയൽ അങ്ങ് ബഹിഷ്കരിക്കുക. കുട്ടികളെ ബുദ്ധി വെക്കും മക്കളെ. ഉമ്മാക്ക് നല്ല ബുദ്ധി വരും. അതങ്ങനെ ഒഴിവാക്കിയാൽ ഭ്രാന്ത് മാറിക്കിട്ടും, ഭക്ഷണത്തിന് രുചി കൂടും. ഒരു പടം നിങ്ങൾ കണ്ടോ, കാണാതിരിക്കുക. നിങ്ങൾ 2 മണിക്കൂറോടൊക്കെ തീരുമല്ലോ. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഓൻ കൊന്നു, അല്ലെങ്കിൽ ജനിച്ചു, അല്ലെങ്കിൽ എല്ലാം മണ്ണിട്ട് പോയി, അല്ലേ? അല്ലെങ്കിൽ പടപടാറിന് വെടിവെച്ചാണ് തീർന്നു. കാമുകന്മാരെടുത്ത നഗ്ന ചിത്രങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നമ്മളെടുത്ത നഗ്ന ചിത്രങ്ങൾ ഇൻ്റർനെറ്റിലിട്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ നാറ്റിക്കും. അത് വേണ്ടമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത വാട്സപ്പ് മെസ്സേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ആ കുട്ടികൾ പൊട്ടിക്കരഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയാൽ കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് രക്ഷിതാക്കൾ. അതല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. നോക്കണം നിങ്ങൾ, പകുതിയോളം പേര് സമനില തെറ്റി. പകുതിയോളം കുട്ടികൾക്ക് ഇനി നാളെ ഒരു വിവാഹ ചടങ്ങിലേക്ക് അവരെ ചിന്തിക്കാൻ കഴിയുമോ? നട്ടലിലുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടി അവളെ കെട്ടാൻ തയ്യാറാകുമോ? ഇതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ട കാമുകൻ്റെ അടുത്തേക്ക് ഓടിയ പെൺകുട്ടികൾ ഇതാ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും? 5-10 കൊല്ലത്തിനുള്ളിൽ അവർക്കൊരു വരനെ കണ്ടെത്തും. ആരെ കണ്ടെത്തും? കള്ളുകുടിയനായ തമ്മാടിയായ ഒരു പുതിയ ആപ്പിളയെ, അല്ലേ, ഒരു വരനെ, ഒരു ഭർത്താവിനെ കണ്ടെത്തും. അങ്ങനെ അവൻ്റെ കൂടെ ഒരു പക്ഷേ ജീവിച്ചേക്കാം. ചിലപ്പോൾ പലതും മറ്റും സംഭവിച്ചേക്കാം. ഇതല്ലേ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ സത്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതിൽ മാതാപിതാക്കളുടെ പങ്കെന്ത്? ഒരു പങ്ക് ഞാൻ പറഞ്ഞു. പ്രായപൂർത്തി എത്തിയതായ കുഞ്ഞുങ്ങൾക്ക് മൾട്ടിമീഡിയ പോലുള്ള ഫോൺ സ്വന്തമായി കയ്യിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ കുഞ്ഞൊരു കാമുകനുമായി പ്രേമത്തിലാണെന്നോ അവൾക്കൊരു ലൈനുണ്ട് എന്നോ ഒരിക്കലും രക്ഷിതാക്കൾ പോലും ചിന്തിക്കുന്നില്ല. അവൾ മിടുക്കിയാണ്, അവൾ മിടുക്കനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. പോട്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. തെമ്മാടിയായ ഒരു ഭർത്താവിനെ കിട്ടി, അവരുമായി മുന്നോട്ട് പോയി. ഇനി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാൻ. ഈ പറഞ്ഞതുമായുള്ള തെളിവുകളും നമുക്കൊരൽപ്പം നോക്കാം. നോക്ക് നിങ്ങൾ, ഭാരതത്തിൽ 70,000 കുട്ടികളാണ് ഇതുപോലെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 120 കോടിയോളം വരുന്ന ജനത്തിൽ 3/4 കോടിയോളം വരുന്ന 70ഓളം ലക്ഷം കുട്ടികളാണ്. അത് പ്രായപൂർത്തിയായതും ആവാത്തതും അതിനകത്തുണ്ട്. ചെറിയ മക്കൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒളിച്ചോടവും തട്ടിക്കൊണ്ടു പോക്കും കാമുകനുമായി സല്ലപിച്ചും വീടുള്ളതും ഇല്ലാത്തതും വിവരവും വിദ്യാഭ്യാസമുള്ളതും ഇല്ലാത്തതുമായ നല്ല കുടുംബത്തിൽ പകർന്നവരും ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം പീഡിപ്പിക്കപ്പെടുന്നത്? ഇത്രയധികം കുട്ടികൾ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മയൊക്കെയുള്ളൊരവസ്ഥ? മറ്റു കുടുംബങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? നോക്ക്, ഇത് ഇന്ത്യയിൽ 12,000-ഓളം ആളുകളെയാണ് ഇതുപോലെ, കേരളത്തിൽ 12,000-ഓളം കുട്ടികളെയാണ് ഇതുപോലെ കാണാനില്ലാതാകുന്നത്. അതിൽ 2,000 കുട്ടികൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിൽ 100 കുട്ടികളോളം മരണപ്പെട്ടു പോയി.
ഇനി ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൽ 924 കുഞ്ഞു മക്കളെ പീഡിപ്പിക്കപ്പെട്ടു. 11നും 15നും ഇടയിൽ പ്രായമുള്ള ചെറിയ മക്കളെ മൃഗീയമായി പീഡിപ്പിക്കാനുള്ള കാരണം എന്താ? അതിൽ ആ കുട്ടികൾക്ക് എന്താ പങ്ക്? രക്ഷിതാക്കൾക്ക് എന്താണ് പങ്ക്? സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നും അവരെ ഉപദ്രവിച്ചു എന്നും പത്രവാർത്തയിൽ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, ഇത് നാളെ എൻ്റെ കുടുംബത്തിലേക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇത്രയും ചെറു പ്രായത്തിലെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാരണമെന്താ? ഞങ്ങളുടെ ഒരു പറ്റം ആളുകൾ അന്വേഷിച്ചതാണ്, വായിച്ചതാണ്, ആ വാർത്തകൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ വാർത്ത. ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഓരോ പേജിലും 15ഉം 20ഉം നിങ്ങളൊക്കെ വായിച്ചു മറന്നതാണിത്. നോക്കുക, സോഷ്യൽ മീഡിയയിൽ കണ്ട ഇന്നത്തെ യുവാക്കൾ 4,40,000 യുവാക്കളാണ് ഓരോ വർഷവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോക ജനസംഖ്യയിൽ 30% യുവാക്കളും ഇതിന് അഡിക്റ്റഡ് ആണ്. ഇന്നത്തെ മുഴുവൻ യുവാക്കളിൽ 30%വും ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആണ്, ഭ്രാന്തിയാണ്. അതിൽ 4,40,000 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഭാരതത്തിൻ്റെ കണക്ക് നേരത്തെ പഴയ പേജിലേക്ക് തിരിച്ചെത്തി. 664 കുട്ടികളിൽ 603 പേരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ കേസ് അന്വേഷിച്ചു, തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കയ്യിലേക്ക്. ഒരു നല്ല കണക്കാ. ചുണച്ചുകുട്ടന്മാരായ സൈബർ ഉദ്യോഗസ്ഥരും പോലീസുകാരുമാണ് ഇന്ന്. അതുകൊണ്ട് അവരത് അന്വേഷിച്ചു കണ്ടെത്തി. 61 പേരുടെ കുറവതിനകത്തുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു വീണ്ടും ഈ 61 കുട്ടികൾ എവിടെ പോയി എന്ന്. അതിൽ നിന്നും കിട്ടിയ മറുപടി ഇതാ. രക്ഷിതാക്കൾ പറഞ്ഞു, ഉമ്മയും വാപ്പയും പറഞ്ഞു, എൻ്റെ പൊന്നുമോൾ മരണപ്പെട്ടു പോയി എന്ന്. എന്നാൽ യഥാർത്ഥ അതിൻ്റെ FIR-ലേക്ക്, പോലീസ് സ്റ്റേഷൻ്റെ കണക്കിലേക്ക് പോയി നോക്കിയപ്പോൾ അവരാരും മരണപ്പെട്ടു പോയിട്ടില്ല. പകരം എന്താ സംഭവിച്ചത് അറിഞ്ഞു. ബൊംബായിലെ ചുവന്ന തെരുവിൽ തൻ്റെ ഇറച്ചി കച്ചവടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ ഉമ്മ പറയാ അയൽവാസികളോട്, സ്വന്തം കുടുംബത്തോട് പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചു പോയി എന്ന്. അതങ്ങനെ പറയേണ്ടി വന്നു. ജീവിച്ചിരിക്കുന്ന മക്കൾ മരണപ്പെട്ടു പോയി എന്ന് പറയേണ്ട ഒരവസ്ഥ ഇന്ന് രക്ഷിതാക്കൾക്ക് വന്നത് എന്തുകൊണ്ടാ? അതിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. പക്ഷേ ഇവിടുത്തെ സമയം അതിനെ അനുവദിക്കുന്നില്ല. ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കേണ്ടതുള്ളത് കൊണ്ട് വളരെ ഷോർട്ടായി വളരെ കുറച്ച് ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതേ കാലയളവിൽ 2868 വീട്ടമ്മമാരും ഒളിച്ചോടി. പ്രിയപ്പെട്ട പെൺകുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. 664 കുട്ടികൾ ഒളിച്ചോടിയപ്പം പകുതിയോളം സമനില തെറ്റി ബാക്കി പകുതി കുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കും. 5ഉം 10ഉം കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ചെലവഴിച്ചാൽ ആ കുഞ്ഞുങ്ങൾ പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും തൻ്റെ കാമുകനുമായി ഒളിച്ചോടാനുള്ള ഒരു വെമ്പലാണ് ആ കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ ആ മാതാക്കൾക്കുള്ളത്. ഇവിടെ മാതാക്കളിൽ നിന്ന് വീട്ടമ്മമാരെന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. വീട്ടിൽ കല്യാണം കഴിച്ചു വിട്ടാൽ വീട്ടമ്മ എന്ന് പറയും. ഈ 2868 വീട്ടമ്മമാർ എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത്? തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോയത്. നോക്കണം നിങ്ങൾ, ഇത്രയും പേര് ഒളിച്ചോടിയപ്പോൾ ഒരു ഭർത്താവ് പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല അത്രേ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ കൺമണിയാണ് അവൾ, എൻ്റെ കരളാണ്, കഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി പൊട്ടിക്കരഞ്ഞില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ, ആ വീട്ടമ്മയുടെ ഉമ്മ, അവർ വല്യമെന്ന് ജീവിച്ചിരിപ്പുള്ള പകുതിയോളം ഉമ്മമാരുണ്ടായിരുന്നു. അവർ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഗർഭത്തിൽ പറന്ന, എൻ്റെ വയറ്റിൽ പറന്ന കുട്ടിയാ, അവൾ എത്ര വേശിയാണെങ്കിലും അവൾ എത്ര തമ്മാടിയാണെങ്കിലും എൻ്റെ പെൺമക്കളാ, എൻ്റെ പൊന്നുമോളാണ് അവൾ.